നമസ്കാരം. കേരളത്തിന് ഇനി അധികകാലം വിഷമിക്കേണ്ടി വരില്ല. കാരണം കേരളത്തിന്റെ തല പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. സെയിലിംഗ് കമ്പനി ആരംഭിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ചില സ്ഥാപനങ്ങൾ, IT മേഖലയിലെ ചില സ്ഥാപനങ്ങൾ ഏകദേശം 600, 900, 300 എന്നൊക്കെയുള്ള കണക്കുകൾ കേൾക്കുന്നുണ്ട്. ലേ ഓഫ് ചെയ്തു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ വരണ്ട, നിങ്ങളുടെ 3 മാസത്തെ ശമ്പളം തരാം എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് അവർ നിർബന്ധമായും ജോലി കൊടുക്കണം, അല്ലെങ്കിൽ കേസെടുക്കും തുടങ്ങിയ ഭീഷണിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുക, വിരട്ടുക, അല്ലെങ്കിൽ അവരുടെ ക്രൈസിസ് മനസ്സിലാക്കാതെ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവർ മറ്റു പലരെയും ആശ്രയിച്ചാണ് ആ സ്ഥാപനം നടത്തുന്നതെങ്കിൽ പ്രിൻസിപ്പൽസ് കൈക്കൊള്ളുന്ന നടപടികൾക്ക് അനുസരിച്ച് പാവകളായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന സ്ഥാപനങ്ങൾ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. എല്ലാ മേഖലയിലും, IT മാത്രമല്ല, പ്രിൻസിപ്പൽസിന്റെ കാരുണ്യത്തിലാണ്. ഇപ്പോ പെട്രോളിന് വില കൂടിയാൽ ഇവിടെ വില കൂട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആഗോള സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ആഗോള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ. ആരും അവർ തുടങ്ങുന്ന സ്ഥാപനം മനഃപൂർവ്വം അടച്ചുപൂട്ടി തൊഴിലാളികളെല്ലാം പറഞ്ഞു വിട്ടിട്ട് അവർ വീട്ടിൽ പോയിരിക്കണം എന്ന് ബഹുഭൂരിപക്ഷം, അപൂർവം ചില കേസുകൾ ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയും അവരുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് അത് നിർവഹിക്കുക എന്നുള്ളത് ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് പണയം വെക്കേണ്ടി വരുന്നത് അവരുടെ കഴിവുകേടുണ്ടല്ല, അന്തർദേശീയ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ കാരണമാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതനുസരിച്ച് അവരോട് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടത്. ഇവിടെ സെയിലിംഗ് കമ്പനി പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കേരളം ഇനി അധിക നാൾ നേരിടേണ്ടി വരില്ല. കാരണം ഇത്രയും നാൾ സംസ്ഥാനത്തിന്റെ തലയെ ചിലർ വിലക്കെടുക്കുകയായിരുന്നു. തലയെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടില്ല. തല എന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് തലയാണ്. നമ്മുടെ ബ്രെയിനാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ബ്രെയിനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ ബ്രെയിനെ തന്നെ തളച്ചാൽ പിന്നെ എന്തെങ്കിലും നടക്കുമോ? തൽക്കാലം സംസ്ഥാനത്തിന്റെ ബ്രെയിൻ ഒരല്പം മോചനം നേടി രംഗത്ത് വരികയാണ്. കരാർ എന്തായാലും നടക്കും, അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, നടത്തിച്ചിരിക്കും. കാരണം ഈ തുറമുഖം തന്നെ വരില്ല, കൊണ്ടുവരില്ല, ഞങ്ങളെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആളുകളുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇത് കേൾക്കുന്നുമുണ്ട്. അത്തരം എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പൽ കമ്പനിയായ MSC 13,000 കോടി ബില്യൺ, 1+ ബില്യൺ എന്ന് പറയുന്ന ഗ്ലോബൽ ന്യൂസാണ്, ഇവിടെ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുവട് പിടിച്ച് ലോകത്തിലെ സകല കപ്പൽ കമ്പനികളും ഇവിടെ വരും, ഞങ്ങൾ വരുത്തിയിരിക്കും. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ചെറുപ്പക്കാർക്കും പ്രായഭേദമന്യേ ഈ മേഖലയെ സംബന്ധിച്ച് എന്താണ്, കാര്യമായ വിദ്യാഭ്യാസം പോലും വേണമെന്നില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ചവർക്കും ലഭിക്കുന്ന തരത്തിലുള്ള നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന്റെ തുടക്കമാണ് അദാനി MSC കരാർ. ലോകത്തിൽ ലീഡിംഗ് 10ഓളം കമ്പനികളാണ്, 10ഓളം കപ്പൽ കമ്പനികളാണ് ലീഡിംഗ്. അവരെല്ലാവരും നോക്കുന്നത് എന്താണ്? കാർഗോയാണ്. അവർക്ക് കാർഗോ കൊണ്ടുപോകണം. 73 ലക്ഷം കണ്ടെയ്നറാണ് MSC ഹാൻഡിൽ ചെയ്തത്, ലോകത്തിലെ നമ്പർ 1. അത് ആഗോള കണ്ടെയ്നർ വ്യാപാരത്തിന്റെ 23.8% എന്നൊരു കണക്കാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇനി ലോകത്തിന് ഏറ്റവും കൂടുതൽ കാർഗോ നൽകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ന് നിലവിലെ അവസ്ഥ വളരെ മോശമാണ്. കൃത്യമായ ഒരു കണക്കുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 26 2,71,37,634 ഇത്രയും കണ്ടെയ്നറുകളാണ് ഇന്ത്യയിലെ
ഗജ വീരന്മാരായ പോർട്ടുകൾ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യുന്നത്. 2,71,00,000. ചൈനയിലെ ഒറ്റ പോർട്ട് 5 കോടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കി ഈ ലോകത്തിന്റെ സപ്ലൈ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശമായിട്ട് തുടക്കത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, തെക്കേ ഇന്ത്യ, പിന്നെ ഇന്ത്യ മുഴുവൻ. അങ്ങനെ നമുക്ക് മത്സരിക്കാനുള്ള പല അനുകൂല ഘടകങ്ങളുണ്ട്. കറൻസി നിരക്കിൽ നമുക്ക് വലിയ അഡ്വാൻറ്റേജസ് ഉണ്ട്. ലേബർ കോസ്റ്റിന്റെ കാര്യത്തിൽ വലിയ അഡ്വാൻറ്റേജസ് ഉണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ആർക്കും പിന്നിലല്ല. അങ്ങനെ എല്ലാ അനുകൂല ഘടകങ്ങളും വരുമ്പോൾ ലോകത്തിന്റെ വർക്ക്ഷോപ്പായിട്ട് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിരിക്കുന്ന കമ്പനികളെ ക്ഷണിച്ചു വരുത്തിയാൽ പോർട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയാമോ, കടലിലും ഉണ്ടല്ലോ, അതെ, 4 വശത്തും കപ്പൽ അനുബന്ധ മേഖലയില് അതിന്റെ ഐറ്റിയുമുണ്ട്. അതിന്റെ സൊല്യൂഷൻസും കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ സ്ഥാപനങ്ങൾ ഇവിടെ വരും. നമ്മൾ താല്പര്യമെടുത്താൽ, നമ്മൾ അവരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ വളരെ വേഗത്തിൽ സംഭവിക്കും. ഇല്ലെങ്കിൽ അല്പം വൈകും. എന്തായാലും തമിഴ്നാട് അവരുടെ ആദ്യമായിട്ടാണ് അവരുടെ സൗത്ത് തിരുനെൽവേലി, കന്യാകുമാരിയൊക്കെ എന്ന് പറയുന്ന ജില്ലകൾ ഉണ്ടെന്ന് അവർ അംഗീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. തൈവാനിൽ നിന്നുള്ള കമ്പനികൾ വരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് ലോകത്തിലെ മിക്കവാറും എല്ലാ കമ്പനികളും ഈ പുതിയ ഡെസ്റ്റിനേഷൻ ചൈന +1 അല്ലെങ്കിൽ ചൈന പ്ലസ് എന്ന് പറയുന്ന ആ തസ്തിക നമ്മളങ്ങ് ഏറ്റെടുക്കണം. അതിലൂടെ ഇങ്ങനെയുള്ള പിരിച്ചുവിടലുകളും ഇങ്ങനെയുള്ള ഭീഷണികളും അല്പം കുറച്ച് നമുക്ക് കൊണ്ടുവരാനും എല്ലാവർക്കും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നൽകാനും കഴിയുന്ന തരത്തിൽ സംസ്ഥാനത്തിന്റെ തല പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളിടത്ത് MSC എന്ന് പറയുന്ന കമ്പനി മാത്രം എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും MSCയുടെ എല്ലാ ഓഫ്ഷൂട്ട്സും എല്ലാ സ്ഥാപനങ്ങളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. MSC's terminal divisions including TIL, AGL and other group companies handles 100+ container terminals. 100 കണ്ടെയ്നർ ടെർമിനലുകൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പല സേവനങ്ങളും നമ്മുടെ ഇവിടെ നിന്ന് നൽകാൻ കഴിഞ്ഞേക്കാം. ഞാൻ പറയുന്നത് ഓൺലൈനായിട്ട് പറ്റുന്ന സേവനങ്ങൾ നൽകാൻ പറ്റിയേക്കും. മെഡ്ലോക്ക് അവരുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ലോജിസ്റ്റിക്സ് ഡിവിഷൻ ഓപ്പറേറ്റിംഗ് ഇൻ 90 കൺട്രീസ് വിത്ത് മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൌസസ്, ഫ്രൈറ്റ് സ്റ്റേഷൻസ്, കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അടുത്തത് മെഡ്ടെക്. Medtech is a leading global harbor towage operator operating more than 170 fleet operating units. മിക്കവാറും നമ്മുടെ ഓഫ്ഷോർ മേഖലയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത്. മെഡ്ടെക്കിന്റെ MSC എയർ കാർഗോ ഓപ്പറേറ്റിംഗ് 7 ഫ്രൈറ്റേഴ്സ്, 7 കാർഗോ വിമാനങ്ങൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. MSC ക്രൂയിസസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ലാൻഡ് സൈഡിൽ. MSC ക്രൂയിസസ് ഈസ് ദ വേൾഡ്സ് third largest cruise line and the largest privately held cruise company. 5 million guests sailed in 2025. 50 ലക്ഷം ടൂറിസ്റ്റുകളാണ് അവരുടെ ക്രൂയിസ് ലൈനറിലൂടെ 2025 ആ സേവനം ഉപയോഗപ്പെടുത്തിയത്. ഓപ്പറേറ്റിംഗ് 11 ക്രൂയിസ് ടെർമിനൽസ്. ക്രൂയിസ് ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും TRVയുടെ ക്രൂയിസ് ടെർമിനൽ MSC തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. GNAV ഓപ്പറേറ്റിംഗ് 30 പാസഞ്ചർ ഷിപ്സ്. ഇത് മിക്കവാറും യൂറോപ്പിലാണ് ഏറ്റവും കൂടുതലുള്ളത്. തേർഡ് ലാർജസ്റ്റ് കാർ കാരിയർ. ഇവിടെ കാറിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് അടക്കം ഉണ്ടെങ്കിൽ MSCയുടെ കാർ കാരിയർ ഇവിടെ വന്ന് കാറുകൾ കൊണ്ടുപോകും. MSC ഫൗണ്ടേഷൻ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള MSC ഫൗണ്ടേഷൻ. മെഡിക്ലിനിക് ഹെൽത്ത് സെക്ടർ ഡിവിഷൻ, അവർക്കൊരു ഹെൽത്ത് സെക്ടർ ഡിവിഷൻ ഉണ്ട്, മെഡിക്ലിനിക്. ഇത്രയും വളരെ പെട്ടെന്ന് TRVയിലും പരിസര പ്രദേശങ്ങളിലും വരാൻ വളരെയധികം സാധ്യത കൂട്ടുന്നതാണ് MSC അദാനി കരാർ എന്ന് ഡോക്ടർ തോമസ് ഐസക്കിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടുന്ന് ഒരു കപ്പൽ ട്രാക്കത്തോളം നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഒരു കപ്പൽ ബാംഗ്ലൂർ തമതവേ എന്ന് പറയുന്ന മഡഗാസ്കറിലെ തോമസീനയിൽ നിന്ന് അവിടെയുള്ള ലഗോണി പോർട്ട് കഴിഞ്ഞ് കൊളംബോയിൽ പോയി, കൊളംബോയിൽ നിന്ന് സിംഗപ്പൂരിൽ പോയി, സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിൽ വന്ന്, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോയ കഥ പറഞ്ഞല്ലോ, 68 ദിവസം ഒരു കപ്പൽ ഇങ്ങോട്ട് വരികയാണ്. നേരിട്ട്
തോമസീനയിൽ നിന്ന് നേരിട്ട് വരുന്നു മിലാത്രി, വെറും 8 ദിവസം. അപ്പോ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സെയിലിംഗ് കമന്ററി ഇത്തരം വസ്തുതകൾ നിരത്തുന്നത്. ഡയറക്റ്റ് സർവീസ് ഫ്രം തമതവേ വെറും 8 ദിവസം, മറ്റത് 68 ദിവസം. ഇനി നമുക്ക് നമ്മുടെ റിച്ചൻസ്, സഖാവ് റിച്ചൻസിന്റെ ഒരു തിരുത്തുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, CPM-ൽ പിളർപ്പുണ്ടാകാൻ പോകുന്നു എന്നുള്ള കഥ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ ഒരു തിരുത്ത് ആവശ്യപ്പെടുന്നു. 2022 സമരസമയത്ത് അന്നും എന്നും എന്റെ നിലപാടുകൾക്ക് കരുത്ത് തെളിയിച്ചത് എന്റെ പാർട്ടി വഴി ഞാൻ നേടിയ ഊർജമാണ്. അത് ഇപ്പോഴും പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആ പാർട്ടി നൽകിയ ഊർജമാണ് 2022 140 ദിവസത്തെ സമരത്തെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. ആ ഊർജം നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഊർജമാണ്. അതാണ് അദ്ദേഹം നേരെ എഴുതിയത്. പാർട്ടിയുടെ ഊർജമാണെങ്കിലും പാർട്ടിക്ക് തെറ്റുപറ്റിയപ്പോഴും പാർട്ടിയെ തിരുത്തുന്ന തരത്തിൽ ആ ഊർജം അദ്ദേഹം വഴിതിരിച്ചു വിട്ടു. അതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം. യഥാർത്ഥത്തിലുള്ള സഖാക്കൾ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും തെറ്റ് പാർട്ടിക്ക് പറ്റുമ്പോഴും തന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ പാർട്ടിയെ പോലും തിരുത്താൻ കഴിയുന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഇന്നലെ രാവിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ UDF-ന്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നത് കേട്ടു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചർച്ചയ്ക്ക് LDF-ൽ നിന്ന് ആരും വന്നില്ല, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല എന്നുള്ളിടത്ത് അവർക്കൊരു നിലപാടില്ല എന്ന് വ്യക്തമായി. ആശയക്കുഴപ്പത്തിലാണ് CPM, ആകെ ആശയക്കുഴപ്പത്തിലാണ് തുറമുഖത്തിന്റെ കാര്യത്തിൽ. അണികൾക്ക് അങ്ങനെ വലിയ ആശയക്കുഴപ്പമില്ല. അങ്ങനെ നേതൃത്വത്തിന് ആശയക്കുഴപ്പമുണ്ടായപ്പോഴും ആ പാർട്ടിയുടെ ഊർജം നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഊർജമാണ്. അങ്ങനെയാണ് റിച്ചൻസ് നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ പോലും തിരുത്താൻ തയ്യാറായത്. വിഴിഞ്ഞം ഇന്ത്യയുടെ വികസന കവാടം. അന്നും ഇന്നും അദ്ദേഹം പറയുന്നതാണ്, ഇന്ത്യയുടെ വികസന കവാടം ഇവിടെയാണ്. നേരെഴുത്ത്, അദ്ദേഹത്തിന്റെ കോളത്തിന്റെ പേര് നേരെഴുത്ത് എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാം.